വെയിറ്റ് ഷെഡിൽ ബാനർ കിട്ടുന്നു. അത് ബാനറല്ല കേട്ടോ. ഇത് ആൻഡോ ആൻ്റണിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെയിറ്റ് ഷെഡുകളിൽ എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ അതെല്ലാം മായ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ ജോലികളാണ് ആണല്ലേ. അദ്ദേഹത്തിന് ചിലയിടങ്ങളിൽ ഫോട്ടോ ഉണ്ട്, ചിലയിടങ്ങളിൽ പേര് മാത്രമാണ്. എല്ലാം മറയ്ക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. മണ്ഡലത്തിലെല്ലാം കൂടെ ഇപ്പോൾ ഒരു 10 ഇല്ലേ? 63 ഉണ്ടെന്നാണ് കേട്ടെ. ആണല്ലേ. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കൊല്ലൂർ മൂവാറ്റുപുഴ പാതയുണ്ടല്ലോ, അതിലാണ്. അവിടെയല്ലേ മത്സരിച്ച് അതെ അവിടെ ബ്ലോക്ക് പഠിക്കലൊരെണ്ണം വെച്ചിട്ടുണ്ട്. കഴിവുള്ള ബ്ലോക്ക് പഠിക്കുക ആ പള്ളി അവിടില്ല, അതിന് മേളിലൊരെണ്ണമുണ്ട്. അതിന് ITC പഠിക്കുക അങ്ങനെ പോകുന്നു. പിന്നെ ഇവർ വെച്ചിട്ടുണ്ട് ഏതാ ഈ പിന്നെ ഹൈവേക്കാർ വെച്ചിട്ടുണ്ട്. ചുമ്മാ വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് പഠിക്കാൻ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ പോരെ, ബസ് സ്റ്റോപ്പേ ഇല്ല. ബ്ലോക്ക് പഠിക്കും ബസ് സ്റ്റോപ്പേ ഇല്ല. അവിടെ KSTPയുടെ ഉണ്ട്, രാജു എബ്രഹാമിൻ്റെ ഉണ്ട്, ആൻഡോ ആൻ്റണിയുടെ ഉണ്ട്, ഇപ്പോഴത്തെ MLA പ്രബോധ് നാരായണൻ്റെ ഉണ്ട്. അപ്പം നാളെ ആരെങ്കിലും വന്ന് ഈ ബാനർ വലിച്ചു കയറിയാലോ? അവർ മറ്റന്നാളിൽ വേറെ തുണി കൊണ്ട് ഒട്ടിക്കും. അതിൻ്റെ ചിലവും ആൻഡോ ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പ് ചിലവിലേക്ക് എഴുതി ചേർക്കുകയും ചെയ്യും. ഇപ്പം തന്നെ ഞങ്ങളൊരു തുണിക്കാനൊരു 400 രൂപ ആളായി. പിന്നെ ലേബർ വേണം, ലേബറെ കിട്ടാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുവാണ്. ഇത് എത്രയും പെട്ടെന്ന് ടൈം, ഇത് നമുക്ക് 100 മിനിറ്റാണ് തന്നിരിക്കുന്നത്. ആ 100 മിനിറ്റിനുള്ളിൽ 45 മിനിറ്റ് നമുക്ക് ഉള്ളൂ. ആ 45 മിനിറ്റിനുള്ളിൽ നമ്മളത് ഈ പ്രവൃത്തി ചെയ്ത് പൂർത്തീകരിക്കണം. ഇതുവരെ എടുത്ത പണി വേസ്റ്റ്. അത് മറച്ചുകെട്ടെ, ഒരു പ്രശ്നവുമില്ല, മറച്ചോട്ടെ. എനിക്ക് ഇത്തരത്തിലുള്ള ഏത് നിർദ്ദേശം, പക്ഷേ അതേസമയം ബാക്കി കേരളം മുഴുവൻ ഇതല്ല. ഇത് കൂടുതൽ വെച്ചിരിക്കുന്നത് ഇടതുപക്ഷ MLA-മാരും MP-മാരൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവരാരും ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്കത് പ്രശ്നമില്ല. ഞാൻ എന്നോട് പറഞ്ഞ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കുന്നു. മറച്ചോട്ടെ, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഈ പരിപാടി പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ? ഇപ്പം പത്തനംതിട്ടയേ ഉള്ളൂ. പക്ഷേ ആലപ്പുഴയിൽ UDF-കാരും മറ്റിടങ്ങളിൽ LDF-കാരും പരാതിയുമായി വന്നാൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ നട്ടുച്ച വെയിലത്ത് നല്ല ഉഗ്രം പണിയാണ് കിട്ടാൻ പോകുന്നത്. ജിബിൻ K. ബാബുവിനും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.